എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിർണായകമായ വിധി ഈ കേസിലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. ഇനിയാണ് എന്റെ ഷോ. മഞ്ജു വാര്യർക്കെതിരെയാണ് ഇന്ന് കോടതി വളപ്പിൽ ദിലീപ് തുറന്നടിച്ചത്. ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. സോറി. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. നിങ്ങളുടെ കേസ് ഒന്ന് ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. കേസ് ചാർജ് ചെയ്യാനോ? അതെ. നമുക്ക് സെൻട്രൽ ജയിലിൽ ഇതുപോലെ ഒരേ മുറി തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് നമ്മളെയാണല്ലോ മച്ചമ്പി. അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാനിത് വിശ്വസിക്കില്ല. ഞാനിതൊന്നും കണ്ടില്ല. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരി. പിന്നെന്താ പ്രശ്നം? എന്നെ അവൻ തോപ്പിക്കാൻ നോക്കുന്നത് എന്റെ അടുത്ത് അവന്റെ വാശി. എടാ, പുതിയ പുതിയ വാശികൾ ഓരോ ദിവസവും ഉണ്ടാക്കി ജയിച്ച് രസിച്ച ശ്രീകൃഷ്ണൻ ഇത്രയും കാലം ജീവിച്ചത്. അതിപ്പോ പറയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. രണ്ടെണ്ണം അടിച്ചിട്ട് ചെകുത്താനെ പ്രാർത്ഥിച്ചിടന്ന് ഉറങ്ങാൻ നോക്കും. ചെകുത്താനെ? അതേടാ, ഈ കാലത്ത് ദൈവത്തിനെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ചെകുത്താനാ സ്ട്രോങ്. കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനും മീതെ പണമാണെന്നുള്ള തന്റെ സിദ്ധാന്തം ഇന്ന് ഞാനത് ശരിവെക്കും. പണത്തിന് മീതെ പരുന്തും. പിന്നാലെ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികളെയും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. ഒരുത്തനും കൂടെ ബാക്കിയില്ലേ സാറേ? മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം എങ്ങനെയൊന്ന് തീരുമാനിച്ച. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ടതും ഇതേ ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ചാണെങ്കിൽ ഇനി ആ ദൈവത്തെ പറ്റി എന്നോട് മിണ്ടരുത്. ഇവിടെ തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമായിരിക്കും. But he is lying. I can feel it. കോടതികളൊക്കെ ഇപ്പൊ സംശയത്തിന്റെ നിഴലിലും അല്ലെങ്കിൽ സംശയാതീതമായി തെളിയണം. സംശയത്തിന്റെ നിഴലിൽ ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം. ഈ പെൺകുട്ടിക്ക് വേണ്ടി വിക്ടിം വക്കാലത്തിടാൻ ഒരാളില്ല. അങ്ങനെയാണ് ഞാൻ ആ കേസ് ഏറ്റു. 28ഓളം സാക്ഷികൾ കൂറുമാറിയതായിട്ട് കാണുന്നുണ്ട്. മാറി എന്ന് പറയുന്ന സാക്ഷികൾ ദിലീപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ്. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ. ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പ്രതിക്കൂട്ടിൽ കയറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ തന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി. അവർ എങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത്. ഇങ്ങനെ ഒരു വിധി ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നീതി കിട്ടും. കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട്. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? 8 വർഷം നീണ്ട കേസല്ലേ ഇത്? പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു, തെളിവുകളെല്ലാം നടന്നല്ലോ. ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം. നീതി 8 വർഷം അതിജീവിത കടന്നുപോയതാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം. ഇപ്പൊ ഇടപെട്ടാൽ ഇത് വിവാദമാകും. പബ്ലിക് സപ്പോർട്ട്. പിന്നെ അവ இந்த மாதிரி நம்ம முகத்துல காரி துப்புறத பாத்துக்கிட்டு இருக்கணுமா? It is quite your inefficiency. You have to answer for it. എനിക്കിത് പറയാൻ പറ്റില്ല.
ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കും, ധീരന്മാർ ഒരിക്കലേ മരിക്കൂ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. എന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. മോനെ, ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടുകൾ? അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. അല്ലേ ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങി. ഇനിയാണ് എന്റെ ഷോ. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. അവൻ കളി തുടങ്ങി. പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും പൾസർ സുനി എന്ന് പറഞ്ഞ ഒരാൾ ക്രൂരകൃത്യം നടത്തിയ ഒറ്റ വിഷയമേ നമ്മൾ അറിയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചു നമ്മൾ പ്രതിയാവുന്ന ആളെ ഇതൊക്കെ ഈ സംഭവങ്ങൾ കണ്ടെന്ന് പറഞ്ഞാലേ പ്രതിയാവുന്ന ഒരു കാലം. ഞാൻ പറഞ്ഞു എനിക്ക്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് 6ാമത്തെ ക്ലിപ്പ് ഒന്നുകൂടെ ഇട്ടെ, 7 ഒന്നുകൂടെ ഇട്ടെ, 8 ഒന്നുകൂടെ ഇട്ടെ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി 6-7-8 ക്ലിപ്പുകളുള്ള സംഭവമാണ്. ആത്മധൈര്യവും ആത്മാഭിമാനമുള്ള പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളെ അവമാനിക്കുകയോ മർദ്ദിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യില്ല. അടിച്ചമർത്തുന്നതിലല്ല, ആദരവ് പിടിച്ചു പറ്റുന്നതിലാണ് പുരുഷത്വം കാണിക്കുന്നത്. ആ വീഡിയോയിൽ അവർ കണ്ട ആ പൾസർ സുനിയുടെ ക്രൂരകൃത്യമാണെങ്കിൽ അതിൽ പറഞ്ഞ വാചകങ്ങൾ എനിക്കറിയാം. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നിങ്ങൾക്ക് എന്തായാലും മാസ്ക് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത പരാതിയിൽ അത് പറയുന്നുണ്ട്. പുരുഷൻ എന്ത് സംസാരിക്കുന്നു, അതിൽ സ്ത്രീ ശബ്ദം മറുപടി എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ. അതിജീവിത ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹം അവിടെ അടുത്ത സുഹൃത്തുക്കളുമായി പറഞ്ഞത് തനിക്ക് നിയമത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സമാധാനിക്ക്, എല്ലാം ദൈവനിശ്ചയല്ലേ. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്ക, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയ. ഇനിയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. പക്ഷെ സത്യസന്ധമായി ഈ കാര്യത്തിലുള്ള ആളുകൾ രക്ഷപ്പെടില്ല. ചത്താലും നീ പുഴുത്ത ഓർമ്മിച്ചോ? എന്നായാലും നീ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും.